ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ രക്ഷിച്ച സച്ചിയോട് രേവതിക്ക് പ്രണയവും ആരാധനയും ഒക്കെ തോന്നി തുടങ്ങുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല സ്നേഹത്തോടെയും അതുപോലെ തന്നെ പ്രണയത്തോടെ തന്നെ എപ്പോഴും സച്ചിനെ നോക്കുന്നൊക്കെ ഉണ്ട്. സച്ചിക്കാണെങ്കിൽ രേവതി അങ്ങനെ നോക്കുമ്പോൾ ചമ്മലും നാണക്കേടൊക്കെ ആവുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് അമ്പലത്തിൽ പോയിട്ട് മുത്തശ്ശി ആ സത്യങ്ങളൊക്കെ അമ്പലത്തിൽ പോയതിനു ശേഷം മുത്തശ്ശി ആ സത്യങ്ങളൊക്കെ നേരിട്ട് തന്നെ സച്ചിയോടും രേവതിയോടും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഭാര്യയും ഭർത്താവായി ജീവിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അങ്ങനെ ആയാൽ ശരിയാവൂല, രേവതിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് രവി രേവതിനെ നിനക്ക് കല്യാണം കഴിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇവളെ കഷ്ടപ്പെടുത്തിയാൽ ഇവളുടെ ശാപം എന്റെ മോന്റെ തലയിൽ വന്നു വീഴും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം. അതിനുശേഷം മാത്രമേ നിന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പറഞ്ഞയക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ആകെ സച്ചിക്ക് നാണക്കേടും ദേഷ്യമൊക്കെ ആവുന്നുണ്ട്. സമ്മതിക്കണമെന്നില്ല. ഇഷ്ടപ്പെടാണ്ട് കല്യാണം കഴിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേ പറ്റി നീ ഇനി മിണ്ടരുത്. ഇഷ്ടപ്പെടാണ്ട് കല്യാണം കഴിച്ചാലും ഇഷ്ടപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ജീവിതം ആരംഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചിയും രേവതിയും അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതോടെയാണ് പ്രൊമോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.